CPM-ന്റെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ കൊണ്ട് നിലമ്പൂരിൽ CPM മത്സരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കും. അൻവർ അതിശക്തനായിട്ട് ഇവിടെ ആ മണ്ഡലത്തിൽ നിൽക്കുകയും പിണറായിസത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് മത്സരമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. UDF വന്നു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രതിനിധികളായിരിക്കും കേരളത്തെ ഭരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. ഏറ്റവും ഒടുവിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഇവിടെ ഈ ഹിന്ദു മുസ്ലിം വർഗീയത കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വരാജ് എന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ നല്ലൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടത്തിയത്. സർ, നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നിലമ്പൂരിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ CPM-ന് അത്രത്തോളം ഒരു വേരോട്ടം ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് പാർട്ടിയുടെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ തന്നെ CPM അവിടെ ഒരു മത്സരത്തിനായി ഇറക്കിയത്? CPM-നെ സംബന്ധിച്ച് ഇപ്പം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ ഉപതിരഞ്ഞെടുപ്പ് അത് അവർക്ക് കിട്ടില്ല എന്ന് നല്ല പൂർണ്ണ ബോധ്യമുള്ള ഒരു മണ്ഡലമാണ്. അതിപ്പം ആദ്യത്തെ ഈ ഫലം വന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിലും പറഞ്ഞു, അത് UDF-ന്റെ മണ്ഡലമാണ്, ഞങ്ങൾക്ക് അവിടെ യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ BJP-യുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. BJP-ക്ക് അവിടെ 10,000-ൽ താഴെ വോട്ട് കിട്ടുള്ളൂ എന്ന് BJP-ക്ക് അറിയായിരുന്നു. അപ്പം അതുകൊണ്ട് BJP അവിടെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ല, പക്ഷെ നിർത്തുന്നില്ല എന്ന് തുടക്കത്തിലൊരു പ്രചാരം അവർ വിടുകയും ചെയ്തു. അതിനൊക്കെ വേറെ ഡയമെൻഷൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇന്ന് CPM-ല് ഏറ്റവും സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന യുവത്വം ഇപ്പോഴും അവശേഷിക്കുന്ന M സ്വരാജ് തന്നെയാണ്, അല്ലേ? ആ M സ്വരാജിന് എന്തുകൊണ്ട് ജയിക്കില്ല എന്നുള്ള ഉറപ്പ്, അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അൻവർ മത്സരിക്കുന്ന സമയത്ത്, PV അൻവർ ഇടതുപക്ഷം നിന്ന് മത്സരിക്കുന്ന സമയത്ത് അന്ന് പോലും അവർക്കവിടെ CPM വിജയിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ അൻവറിനെ നിർത്തി പരീക്ഷിച്ച് 2 തവണ ജയിച്ചത്. മനസ്സിലായില്ലേ? CPM ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അൻവറിനെ പോലെ ഒരാളെ കണ്ടെത്തി, ഒരു ധനികനെ കണ്ടെത്തി, അദ്ദേഹത്തിൻ്റെ ധനവും അദ്ദേഹത്തിൻ്റെ മറ്റ് പശ്ചാത്തലങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് 2 തവണയും അവിടെ ജയിച്ചത്. എന്നിട്ട് പോലും കഴിഞ്ഞ തവണ അൻവർ ജയിച്ചത് വെറും 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്, അല്ലേ? അപ്പം അത്തരം ഒരു മണ്ഡലത്തിൽ അൻവർ അതിശക്തനായിട്ട് ഇവിടെ ആ മണ്ഡലത്തിൽ നിൽക്കുകയും പിണറായിസത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് മത്സരമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും അൻവറിനെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ട് രണ്ടായാലും സ്വരാജിന് വീഴില്ല. അൻവർ UDF-ന്റെ കൂടെ പോകുമോ ഇല്ലയോ എന്നുള്ളത് കാര്യത്തിൽ പോലും ഈ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വരുന്ന സമയത്ത് LDF-ന് ഉറപ്പില്ല, അല്ലെങ്കിൽ CPM-ന് ഉറപ്പില്ല. വേണമെങ്കിൽ അൻവർ UDF-ന്റെ കൂടെ ചേരാമായിരുന്നു. അങ്ങനെയാണെങ്കിലും ജയസാധ്യതയില്ല. എന്നിട്ടും M സ്വരാജ് എന്ന് പറയുന്ന CPM-ന്റെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ കൊണ്ട് നിലമ്പൂരിൽ CPM മത്സരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കും. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 3ാമതും അധികാരത്തിൽ വരിക, LDF-ന് അധികാരത്തിൽ വരിക. പിണറായിക്ക് തന്നെ പറ്റും, മിക്കവാറും പിണറായി തന്നെ ആയിരിക്കും വരാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ വരികയും ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഒരു കളം തയ്യാറാക്കലാണ് എവിടെ നടന്നത്? നിലമ്പൂർ നടന്നത്. നിലമ്പൂരിലെ സ്റ്റാർ ഫൈറ്റ് തന്നെയായിരുന്നു വടകരയിൽ നടന്നത്. അപ്പോൾ ഇതേ ഒരു സ്റ്റാർ ഫൈറ്റ് തന്നെയായിരുന്നില്ലേ ഇപ്പോൾ വടകരയിൽ നടന്നത്? അതിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്, അതോടൊപ്പം തന്നെ ഹിന്ദുക്കളും ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് ഏതാണ്? CPM ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ സ്വരാജിനെ കൊണ്ട് മത്സരിപ്പിക്കുന്നു. തുടക്കത്തിൽ BJP പറഞ്ഞു, ഞങ്ങൾ ചിലപ്പോഴേ മത്സരിക്കത്തുള്ളൂ, ഞങ്ങൾ വെറുതെ സമയം കളയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതൊരു മെസ്സേജാണ്. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ BJP എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് ഹിന്ദുക്കളുടെ പാർട്ടിയാണ്, അല്ലേ? അപ്പം ഒരു BJP കാൻഡിഡേറ്റോടെ മത്സരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ BJP കാൻഡിഡേറ്റിന്റെ വോട്ട് ആർക്കായിരിക്കും പോകുന്നത്? ഒരു ഹിന്ദു സ്ഥാനാർത്ഥിക്കായിരിക്കും പോകുന്നത്.
അതോ മുസ്ലിം സ്ഥാനാർത്ഥിക്കായിരിക്കും പോകുന്നത്? ഹിന്ദു സ്ഥാനാർത്ഥിക്കായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അതൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. അതായത് ഒരു ഹിന്ദു ബി ജെ പിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നു. എന്തിന് നമുക്കവിടെ മത്സരിച്ചാൽ ജയിക്കാൻ പറ്റത്തില്ല. പിന്നെ ആ വോട്ട് ഹിന്ദു സ്ഥാനാർത്ഥിക്ക് കിട്ടി, അദ്ദേഹം ജയിച്ചോട്ടെ. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ വെല്ലുവിളിയുണ്ട്, അൻവറിൻ്റെ വെല്ലുവിളിയുണ്ട്. നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് എം സ്വരാജ് പറഞ്ഞു, ഞങ്ങൾ വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ടല്ല ജയിച്ചിരിക്കുന്നത്, വേണ്ടെന്നും പറയുന്നു. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതേപോലെ തന്നെ എല്ലാ നേതാക്കന്മാരും പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിട്ടാണ് UDF അവിടെ കൂട്ടുപിടിക്കുന്നത്. അപ്പം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖില ലോക തലത്തിലുള്ളൊരു പ്രസ്ഥാനമാണ്. അത് മതരാഷ്ട്രവാദമുള്ള ഒരു സംഗതിയാണ്, തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പം പലതവണയും LDFും CPM ഒക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു മുഖ്യ കേന്ദ്ര ബിന്ദുവിലേക്ക് കൊണ്ടുവന്നു CPM. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എം വി ഗോവിന്ദൻ ഒരു പ്രസ്താവന നടത്തി. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായിട്ട് അല്ലെങ്കിൽ ജനസംഘവുമായിട്ടൊക്കെ സഹകരിച്ചിട്ടുണ്ട്, എന്തിനാ മറച്ചു വയ്ക്കുന്നത്, തുറന്നു പറയാമല്ലോ എന്ന് പറയുന്നു. പിറ്റേന്ന് മുഖ്യമന്ത്രി അത് നിഷേധിക്കുന്നു. പക്ഷെ ഇവിടെയൊക്കെ അവശേഷിക്കുന്ന എന്താണ് സാധനം? ഇവിടെയൊക്കെ അവശേഷിക്കുന്നത് ഏറ്റവും ഒടുവിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഇവിടെ ഈ ഹിന്ദു മുസ്ലിം വർഗീയത കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം എം വി ഗോവിന്ദനത് പറഞ്ഞിട്ട് തിരുത്തിയെങ്കിൽ പോലും പെട്ടെന്ന് ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പഴയ കാലത്തിലേക്ക് പോയി, അല്ലേ? പഴയ കാലത്തിലേക്ക് പോയി ചരിത്രം ആവർത്തിക്കുന്നു. അന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് CPMും RSSും അല്ലെങ്കിൽ ജനസംഘവും ഒക്കെ തമ്മിൽ കൂട്ടുകൂടിയിട്ടുണ്ട്. ഇവരെല്ലാം അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഒന്നിച്ചു. വാജ്പേയിയും EMSും LK അദ്വാനി എല്ലാം ഒരേ വേദിയിൽ ഇലക്ഷൻ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ കാണേണ്ടത് ഇവിടെ ആ ഒരു ഹിന്ദു CPM അടുപ്പത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, ആ ഒരു കണക്ഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. RSS CPM കൂട്ടുകെട്ടെന്നല്ല പറയുക, അതൊരു ഒരു അടുപ്പത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന ആരാണ്? ജമാഅത്തെ ഇസ്ലാമി. അപ്പം ജമാഅത്തെ ഇസ്ലാമി അവിടെ ഒരു മുസ്ലിം ഐക്കണായിട്ട് സംഗതി മാറ്റി കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദം മുസ്ലിം സമുദായത്തിന്റെ മൊത്തത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ ചർച്ചകൾ നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കളുടെയും CPMന്റെ നേതാക്കളുടെയും ഈ വാദമുഖങ്ങൾ ഏകദേശം സമാനമാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ആക്ഷേപം കേരളത്തിൽ ഉന്നയിക്കുന്നത് BJPയാണ്. ആ ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ CPM ഉപയോഗിക്കുന്നത്. അപ്പൊ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദാഹരണത്തിന് ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയാൽ മതി. പല മണ്ഡലങ്ങളിലും CPM ജയിക്കാത്ത മണ്ഡലങ്ങളുണ്ട്. ആ ജയിക്കാത്ത മണ്ഡലങ്ങളിൽ അത്യാവശ്യം നല്ല വോട്ട് BJPക്ക് ഉണ്ടെങ്കിൽ ആ BJPയുടെ വോട്ട് അവർക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ CPMന് ജയിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ചില മണ്ഡലങ്ങളിൽ BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ CPMന്റെ കുറച്ച് വോട്ട് അങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ BJPക്കും അതിൻ്റെ മെച്ചം കിട്ടും. മാത്രവുമല്ല BJPയുടെ മുഖ്യ അജണ്ട എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വിമുക്ത ഭാരതമാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഇവിടെ ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണോ CPMന്റെ ആണോ? ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു പ്രചാരണം എന്ന് പറയുന്നത് UDF വന്നു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും സൂപ്പർ മുഖ്യമന്ത്രി. അവർ കുഞ്ഞാലിക്കുട്ടിയും അല്ലെങ്കിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും UDFും എല്ലാം ഒന്നിച്ചിരിക്കുന്നു. അപ്പോൾ UDF വന്നു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രതിനിധികളായിരിക്കും കേരളത്തെ ഭരിക്കുന്നത്, അല്ലേ? ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾക്ക് രക്ഷയുണ്ടോ ഇല്ലയോ നിങ്ങൾ തീരുമാനിക്കുക എന്ന സന്ദേശം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അറിയാതെ മനുഷ്യ മനസ്സുകളിലേക്ക് കടത്തിവിടുക. ഈ ഒരു പർപ്പസ്, ഈ ഒരു ലക്ഷ്യം ഉദ്ദേശിച്ചിട്ടാണ് ഇതിൻ്റെ അടുത്ത ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ള അജണ്ട. അത് വളരെ മനോഹരമായിട്ട് നമ്മൾ അതിനെ ക്യൂറേറ്റ് ചെയ്യാന്ന് പറയും. ആ ക്യൂറേറ്റ് എടുക്കലാണ് ഇപ്പം നിലമ്പൂർ നിയമസഭയിൽ നടന്നിരിക്കുന്നത്.
അതുകൊണ്ടാണ് ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ നിലമ്പൂർ കൊണ്ട് നിർത്തി, പാർട്ടിയുടെ ചിഹ്നത്തിൽ നിർത്തി, ഒരു ഹിന്ദു സ്ഥാനാർത്ഥി നിർത്തി, സമർത്ഥനായ ഒരാളെ നിർത്തി. കണ്ടു കഴിഞ്ഞാൽ ജയിക്കാൻ തന്നെയാണെന്ന് തോന്നും അല്ലേ? പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴത്തേക്ക് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അത് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു, ഞങ്ങളുടെ മണ്ഡലമല്ല. വടകരയെ പോലെ തന്നെ വടകരയിൽ എത്രത്തോളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ അതേപോലെ തന്നെ സ്വരാജിന് വേണ്ടിയിട്ട് എല്ലാ പാർട്ടി അംഗങ്ങളും ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും വടകരയിൽ ജയിച്ചതിന് ശേഷവും അവർ ഉന്നയിച്ചൊരു വാദമായിരുന്നു ഇത് തന്നെ. അവിടെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള വോട്ടുകളുണ്ട്, ആ ഒരു വോട്ട് ഷെയർ കൂടിയത് കൊണ്ടാണ് അവിടെ ഷാഫി പറമ്പിൽ ജയിച്ചതെന്ന്. അതേ വാദം തന്നെയല്ലേ ഇപ്പോൾ ഇവിടെയും ഉന്നയിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഉന്നയിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ UDF-ന് നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ വളരെ ഇതായിട്ട് അവർ അങ്ങനെയുള്ള പ്രശ്നക്കാരൊന്നും അല്ല, അവർ വളരെ നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടാണല്ലോ UDF കൂട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പൊ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഇവിടെ നിലമ്പൂരിലെ പിന്നെ ചില സമയങ്ങളിൽ ഈ സ്വരാജ് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ നല്ലൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടത്തിയത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും മുഖ്യധാരയിൽ നിൽക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. CPM ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഈവൻ മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിലും ഒക്കെ രാഷ്ട്രീയം തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം അടിയിൽ ഈ വോട്ട് ബാങ്ക് വരുന്ന സമയത്ത് അവിടെയാണ് ഈ വർഗീയ വിട്ട് കളിക്കുന്ന സാധനം. പക്ഷേ വർഗീയം എന്ന് പറയുന്നത് സംഗതി വിഷം തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ അത് കുറച്ച് മതി. അതാണ് നമ്മുടെ ഈ രാഷ്ട്രീയത്തെ ഇത്രയും മോശമാക്കുന്നത്. ഇപ്പൊ വരുന്ന തെരഞ്ഞെടുപ്പിൽ നോക്കോളൂ, ഇത് തന്നെയായിരിക്കും മുഖ്യ അജണ്ട. അത് കൃത്യമായിട്ട് ഉറപ്പിക്കുക. ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തിൽ മുഴുവൻ ഈ പ്രചാരണം ഇങ്ങനെ അടിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് അറിയാതെ നമ്മളുടെ മനസ്സിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഹിന്ദുക്കളുടെ ഇടയിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിക ജമാഅത്തെ ഇസ്ലാമിക മതരാഷ്ട്രവാദമുള്ള ആ ഒരു സംഘടനയ്ക്ക് പ്രാമുഖ്യം കിട്ടുന്ന ഒരു ഭരണം അടുത്ത പ്രാവശ്യം വരുന്നു, മുസ്ലിം ലീഗിന് അവരെ നിഷേധിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് വരുന്ന സമയത്ത് നമുക്ക് ഹിന്ദുക്കൾ കൂടെ രക്ഷയില്ലാതെ ഒരു ഭീതി സൃഷ്ടിക്കുക എന്നുള്ളതാണ്, ഫിയറിനെ സൃഷ്ടിക്കുക. ആ ഫിയറിനെ എന്നിട്ട് അതിമനോഹരമായിട്ട് മുതലെടുക്കുക, വോട്ടുകളാക്കി മാറ്റുക. അപ്പൊ ഈ ഒരു തന്ത്രത്തിന്റെ അതിനെ വിരിയിച്ചെടുക്കലാണ് ഇപ്പം നമ്മൾ നിലമ്പൂരിൽ കണ്ട സാധനം.